ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്കും കൂടെയാണ്. ആലപ്പുഴ ഷാൻ കൊലക്കേസിലെ പ്രതികളായ RSS പ്രവർത്തകർക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. പ്രതികൾ ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കരുതെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. വിചാരണ നടപടിയുമായി പ്രതികൾ പൂർണ്ണമായും സഹകരിക്കണമെന്നും സുപ്രീം കോടതി. വിവരങ്ങളുമായി ധനസുമോദ് ഉണ്ട്. ധനസുമോദ്, എന്തൊക്കെ വ്യവസ്ഥകൾ മുൻനിർത്തിയാണ് ഇപ്പോൾ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? ഹരി, ഇപ്പോൾ RSSകാരായ 3 പ്രതികൾക്കാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അഭിമന്യു, അതുൽ, സനന്ദ് എന്നിവർക്കാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ പ്രതികൾക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുത്. ഇവർ പുറത്തിറങ്ങിയാൽ സമൂഹത്തിൽ വലിയ തരത്തിലുള്ള ഒരു ദോഷമായിരിക്കും ഉണ്ടാകുക എന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ വാദം തള്ളിയാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അത് സുപ്രീം കോടതി മറിച്ച് ചോദിച്ച ചില ചോദ്യങ്ങൾ സർക്കാരിനോടുണ്ട്. അതായത് 2022 കോടതി സെഷൻ കോടതി ഇവർക്ക് ജാമ്യം അനുവദിച്ചത്. പക്ഷേ അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാണ് ഈ ജാമ്യാപേക്ഷയ്ക്കെതിരെ ഹൈക്കോടതിയിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുകയും സംസ്ഥാന സർക്കാരിന്റെ വാദമനുസരിച്ച് ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തത്. അതിനെതിരായിട്ടുള്ള അപ്പീലാണ് ഇവർ നൽകിയിരുന്നത്. അപ്പോഴും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എന്തുകൊണ്ട് ഈ 2 വർഷം പാഴാക്കി? അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ, സമൂഹത്തിൽ വലിയ ദോഷം ഉണ്ടാക്കുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ ആയിരുന്നില്ലേ പ്രധാനമായും എതിർക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എങ്കിലും ഒരു കർശന വ്യവസ്ഥ തന്നെയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ ഒരു ഭാഗത്തും ഇവർക്ക് സന്ദർശിക്കാൻ പാടില്ല, ഇവർ എത്താൻ പാടില്ല. മാത്രമല്ല, ഇനി ഈ കേസിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇടക്കാല ജാമ്യം മാത്രമാണ് നൽകിയിരിക്കുന്നത്. വിശദമായ ജാമ്യം പിന്നീട് കേൾക്കാം എന്ന് പറഞ്ഞാണ് കേസ് ഇന്ന് സുപ്രീം കോടതി അവസാനിപ്പിച്ചത്.